DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 18 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന വന്നിരിക്കുകയാണ്. പവന് 600 രൂപയാണ് ഇന്ന് കൂടിയത്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 1,14,240 രൂപയാണ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന സ്വർണ്ണവിലയാണിത്. ഗ്രാമിന് ആനുപാതികമായി 75 രൂപയാണ് കൂടിയത്. 14,280 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്ത അറിയിപ്പ്, കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിർദ്ദേശപ്രകാരം പ്രകൃതിവാതക പൈപ്പ് ലൈൻ സൗകര്യം ലഭ്യമായ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ LPG സിലിണ്ടറുകളിൽ നിന്ന് PNG കണക്ഷനിലേക്ക് മാറുന്നത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. പൈപ്പ് ലൈൻ ശൃംഖല സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതത് വിതരണ കമ്പനികൾ ഉപഭോക്താക്കൾക്ക് നോട്ടീസ് നൽകും. ഈ അറിയിപ്പ് ലഭിച്ച് 3 മാസത്തിനുള്ളിൽ നിർബന്ധമായും PNG കണക്ഷൻ എടുത്തിരിക്കണം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ മാറാത്ത പക്ഷം നിലവിലുള്ള LPG സിലിണ്ടർ വിതരണം നിർത്തലാക്കുന്നതാണ്. PNG സംവിധാനത്തിലേക്ക് മാറുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് വലിയ സാമ്പത്തിക ലാഭം ലഭിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. സാധാരണ LPG സിലിണ്ടറുകളെ അപേക്ഷിച്ച് ഏകദേശം 30 മുതൽ 40% വരെ ചിലവ് കുറവാണ് ഇതിനുള്ളത്. ഗ്യാസ് തീർന്നു പോകുമെന്ന ആശങ്കയില്ലാതെ 24 മണിക്കൂറും തുടർച്ചയായി ഗ്യാസ് ലഭിക്കുമെന്നതും സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാനോ കൈമാറാനോ കാത്തിരിക്കേണ്ടതില്ല എന്നതും ഇതിന്റെ വലിയ മെച്ചങ്ങളാണ്. സുരക്ഷയുടെ കാര്യത്തിലും അടുക്കളയിൽ ഉയർന്ന മർദ്ദത്തിലുള്ള സിലിണ്ടറുകൾ സൂക്ഷിക്കേണ്ടി വരില്ല എന്നതിനാൽ PNG കൂടുതൽ അനുയോജ്യമാണ്. കേരളത്തിൽ കൊച്ചി മുതൽ മംഗലാപുരം വരെയുള്ള ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും സിറ്റി ഗ്യാസ് പ്രൊജക്റ്റും ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. വിവിധ ജില്ലകളിൽ ഇന്ത്യൻ ഓയിൽ, അദാനി ഗ്രൂപ്പ്, അറ്റ്ലാന്റിക് ഗൾഫ് ആൻഡ് പസഫിക് തുടങ്ങിയ കമ്പനികൾക്കാണ് ഇതിന്റെ വിതരണ ചുമതല നൽകിയിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, പുതിയ ഇൻകം ടാക്സ് നിയമങ്ങൾ 2026 ഏപ്രിൽ മുതൽ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരികയാണ്. സാമ്പത്തിക സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയുന്നതിനുമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ നിയമങ്ങൾ ഓരോ സാധാരണക്കാരനും അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്വർണം, പണം, മറ്റ് നിക്ഷേപങ്ങൾ എന്നിവ കൈവശം വയ്ക്കുന്നതിനും ചിലവാക്കുന്നതിനും ഇപ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. വീട്ടിൽ സൂക്ഷിക്കാവുന്ന സ്വർണത്തിന്റെ കാര്യത്തിലും പുതിയ നിയമം കർശനമായ മാനദണ്ഡങ്ങൾ പുലർത്തുന്നുണ്ട്. പാരമ്പര്യമായി ലഭിച്ച സ്വർണത്തിന് ഇളവുകൾ ഉണ്ടെങ്കിലും പുതുതായി വാങ്ങുന്ന ഓരോ ഗ്രാമിനും കൃത്യമായ ബില്ലും വരുമാന സ്രോതസ്സും നിർബന്ധമാണ്. വാർഷിക വരുമാനവുമായി പൊരുത്തപ്പെടാത്ത രീതിയിൽ സ്വർണം ശേഖരം ഉണ്ടെങ്കിൽ ഇത് ഇൻകം ടാക്സ് പരിശോധനയ്ക്ക് കാരണമാകും. ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ പേരിൽ ഡിമാറ്റ് അക്കൗണ്ടുകൾ ആരംഭിച്ച് നടത്തുന്ന ബിനാമി നിക്ഷേപങ്ങൾ കണ്ടെത്താനും പാൻ ആധാർ ലിങ്കിംഗ് വഴി ഉദ്യോഗസ്ഥർക്ക് എളുപ്പമാകും. ഇത്തരത്തിൽ കണ്ടെത്തുന്ന അൺഎക്സ്പ്ലൈൻഡ് ഇൻകത്തിന് ഏകദേശം 78% മുതൽ 84% വരെ പിഴയായി നൽകേണ്ടി വരും. കൂടാതെ ജയിൽ ശിക്ഷ ഉൾപ്പെടെയുള്ള ക്രിമിനൽ നടപടികളും നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ കൃത്യമായി നികുതി അടച്ച് രേഖകൾ സൂക്ഷിക്കുന്നതാണ് സുരക്ഷിതം. അടുത്ത അറിയിപ്പ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ പ്രകാരം നിലവിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർ ബയോമെട്രിക് മസ്റ്ററിങ്ങിനോ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണത്തിനോ വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലോ പഞ്ചായത്ത് ഓഫീസുകളിലോ ഇപ്പോൾ തിരക്ക് കൂട്ടേണ്ടതില്ല. സംസ്ഥാനത്ത് സാധാരണയായി ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് മസ്റ്ററിംഗ് പ്രക്രിയ നടക്കാറുള്ളത്. ആയതിനാൽ അതാത് സമയങ്ങളിൽ സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചാൽ മതിയാകും. എന്നാൽ മുൻപ് അറിയിപ്പ് ലഭിച്ചിട്ടും ഇതുവരെ ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്ക് ജൂൺ 30 വരെയാണ് സമയം അനുവദിച്ചത്. അത്തരക്കാർക്ക് വാർഡ് മെമ്പർമാർ വഴിയോ പഞ്ചായത്ത് അധികൃതർ വഴിയോ പ്രത്യേക നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും. കൂടാതെ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ തുടങ്ങിയ പ്രത്യേക ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും കൃത്യമായി സമർപ്പിക്കണം. ഇത് സാധാരണയായി മാർച്ച് 30 നൽകേണ്ട രേഖയാണ്. എന്നാൽ ഈ തീയതി സർക്കാർ നീട്ടി നൽകിയിരുന്നു. ഇത്തരം സർട്ടിഫിക്കറ്റുകൾ സമയബന്ധിതമായി ഹാജരാക്കാത്ത പക്ഷം പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ പെൻഷൻ വിതരണം മാർച്ച് 31 നടന്നിരുന്നു. ഇനി മെയ് മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്യാനുള്ളത്. അത് മെയ് 20 ശേഷമായിരിക്കും വിതരണം ഉണ്ടാവുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.